മറ്റൊന്ന്, ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ബിദ്അത്തുകാരനാകാതിരിക്കണം എന്നുള്ളതാണ്. നമ്മുടെ മകനെ ആയിക്കോട്ടെ മകളെ ആയിക്കോട്ടെ കെട്ടിച്ചു വിടുമ്പോൾ അല്ലെങ്കിൽ കെട്ടുന്ന സമയത്ത് പുത്തനാശയക്കാരായ ദീനിൽ പുതിയതായ കാര്യങ്ങളെ ആശയങ്ങളെ കൂട്ടിച്ചേർത്ത ആളുകളുടെ കുടുംബങ്ങളിലേക്ക് നമ്മൾ വീട്ടിലേക്ക് നമ്മുടെ മക്കളെ കൊടുക്കാതിരിക്കുക എന്നതാണ്. കാരണം അതിന് പലതരത്തിലുള്ള അപകടങ്ങൾ അതിൽ പതിയിരിക്കുന്നുണ്ട്. അതിലൊന്നാമതായി ബിദ്അത്തുകാരൻ്റെ ഒരു തലമുറ തന്നെ അത് സൃഷ്ടിക്കാൻ അവിടെ കാരണമായി തീരും. രണ്ടാമതായിട്ട് താനും തൻ്റെ മക്കളും മുബത്തദ ആകാൻ കാരണം മാതാപിതാക്കളാണ് എന്ന് നമുക്കെതിരെ തെറ്റായി സാക്ഷി പറയുന്ന മക്കളുടെ ആ ഒരു സാഹചര്യം ഖിയാമത്ത് നാളിൽ നാളെ വരുമെന്ന ഹബീബിൻ്റെ പഠനം ഗൗരവമായി നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കണമെങ്കിൽ ബിദ്അത്തുകാരനല്ലാത്ത ഒരാൾക്കായിരിക്കണം നമ്മുടെ മകളെ നമ്മൾ കെട്ടിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ മകൻ കെട്ടുന്നത്. മാത്രമല്ല നമ്മുടെ നാട്ടിലൊക്കെ പൊതുവെ കണ്ടുവരുന്നത് ഒരു മുബത്തദിനെ വിവാഹം ചെയ്ത് കിടക്കുന്നതോടുകൂടി ആ മകളാണെങ്കിൽ അവർ കൂടെ ആ കുടുംബമടക്കം ആ ഒരു പുത്തനാശയത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ